പ്രിയപ്പെട്ട മനുഷ്യ, ഒരു നിമിഷം ചുറ്റുമുള്ള ഒച്ചപ്പാടുകളിൽ നിന്നൊക്കെ ഒരല്പം മാറി നിൽക്കാമോ? പതുക്കെ, വളരെ പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ ഒന്നടയ്ക്കൂ. എന്നിട്ട് ശാന്തമായി ഈ പറയുന്ന വാക്കുകൾക്ക് മാത്രം കാതോർക്കൂ. ഇപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ ഇത് കേൾക്കുന്നതെങ്കിൽ അതെ, നിങ്ങളോട് തന്നെയാണ് സംസാരിക്കുന്നത്. സങ്കടപ്പെടരുത് എന്ന് പറയുന്നില്ല, കാരണം ആ വേദനയും ഉള്ളിലെ ഭാരവും അത്രമേൽ വലുതാണെന്നറിയാം. കരയണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് കരയുക തന്നെ വേണം. കണ്ണീരിലൂടെ ഒഴുക്കിക്കളയേണ്ടതൊന്നും ഉള്ളിൽ അമർത്തി വെക്കരുത്. എല്ലായ്പ്പോഴും ശക്തരായിരിക്കാൻ ആർക്കും കഴിയില്ല. ചിലപ്പോഴൊക്കെ തളർന്നു പോകുന്നത് തികച്ചും സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. ചില ദിവസങ്ങൾ അങ്ങനെയാണ്. പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടക്കില്ല, എല്ലാം കൈവിട്ടു പോകുന്നത് പോലെ തോന്നിയേക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ശൂന്യതയോ നിരാശയോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. ചുറ്റുമുള്ളവർക്ക് നമ്മുടെ അവസ്ഥ മനസ്സിലാകുന്നില്ലെന്ന് കാണുമ്പോൾ വിഷമം തോന്നുന്നത് സ്വാഭാവികം. പക്ഷേ എല്ലാവർക്കും എല്ലാം മനസ്സിലാകണമെന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല എന്ന് മാത്രം. ഈ കഠിനമായ അവസ്ഥയും ഒടുവിൽ മാറി മറിയും. നിങ്ങൾ ഇതിനു മുൻപും ഇതുപോലെയുള്ള പ്രതിസന്ധികളെ എത്രയോ ധീരമായാണ് അതിജീവിച്ചിട്ടുള്ളത്. സ്വയം തിരിച്ചറിയാത്ത അത്രയും വലിയൊരു ആത്മധൈര്യം ഉള്ളിലുണ്ട്. ആ കരുത്ത് പതുക്കെയാണെങ്കിലും നിങ്ങളെ വീണ്ടും കൈപിടിച്ചുയർത്തും. തീർച്ചയായും നിങ്ങൾ തിരിച്ചു വരും. എല്ലാവരോടും എല്ലാം വിശദീകരിക്കാൻ നിൽക്കണമെന്നില്ല. മനസ്സിന് ഇപ്പോൾ ആവശ്യം കുറച്ചു സമയവും ശാന്തമായ സമാധാനവുമാണ്. സ്വയം കുറ്റപ്പെടുത്തുന്നത് ദയവായി നിർത്തൂ. സാഹചര്യങ്ങൾ എന്തൊക്കെയായാലും നിങ്ങളാൽ കഴിയുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അത് ഓർക്കുക. ഒരുപക്ഷെ കൂടുതൽ മനോഹരമായ ഒരു തുടക്കത്തിന് മുന്നോടിയായിട്ടുള്ള തളർച്ചയായിരിക്കാം ഇത്. മാറ്റങ്ങൾ എപ്പോഴും ഒരല്പം വേദനയിലൂടെയാവാൻ വരുന്നത്. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ഒന്ന് ഒറ്റപ്പെട്ടു പോകുന്നത് നല്ലതാണ്. നമ്മളെ കൂടുതൽ ശക്തരാക്കാനും നമ്മൾ ആരാണെന്ന് നമുക്ക് തന്നെ കാണിച്ചു തരാനും ആ ഒറ്റപ്പെടൽ സഹായിക്കും. ഇന്നത്തെ പകൽ ഒരല്പം കഠിനമായിരിക്കാം, എന്നാൽ നാളെ വരുന്നത് പുതിയൊരു പുലരിയാണ്. തികച്ചും പുതിയ പ്രതീക്ഷകളുടേതാണ്. ഇനി പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കൂ. ആ മുഖം ഒന്ന് തുടച്ചേ. ഇനി ഉള്ളു തുറന്ന് ഒന്ന് ശ്വാസമെടുക്കൂ. ധൈര്യമായിരിക്കൂ, എല്ലാം പതുക്കെ ശരിയാവും. ഒത്തിരി സ്നേഹത്തോടെ, റബിയ, അബി, ലക്ഷദ്വീപ്.